ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളാരെങ്കിലും അവരവർക്ക് പണി കൊടുക്കലുണ്ട? മീൻസ് ഞാൻ തന്നെ എനിക്ക് പണി തന്നു എന്ന് പറയാം. ഇന്നലെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1 കിലോ മത്തി വാങ്ങി മുളകിട്ടും വെച്ച് തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് നല്ല തേങ്ങ അരച്ച് വെച്ച് പച്ചക്കായി വട്ടത്തിലരിഞ്ഞ് വറുത്ത് പച്ചക്കായി മോരൊഴിച്ച് മോര് കറി വെച്ചു. പിന്നെ മത്തി പൊരിക്കുകയൊക്കെ ചെയ്തു. 2 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചു. ഞാനിവിടെ കുറച്ച് ബിസി ആയതുകൊണ്ട് 2 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കുകയും ടേസ്റ്റ് കൂടുമല്ലോ പിറ്റേ ദിവസത്തേക്ക് മീൻ കറി. അപ്പോൾ ഇന്ന് നല്ല ഫ്രീ ആയിട്ടിരിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് മീൻകാരന് ഇന്നലെ പൈസ കൊടുത്തില്ലേ. ഞാൻ റോഡിൽ നിൽക്കുമ്പോഴാണ് മീൻകാരൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തരാമെന്ന്. പൈസ കൊടുക്കാൻ പോയപ്പോൾ നല്ല പടക്കുന്നായില്ല. ഇപ്പം മീൻ കഴിക്കില്ല എന്നെല്ലാം പറയും, പക്ഷെ ഞാൻ കഴിക്കും. ഞങ്ങൾക്ക് അവിടെ കിട്ടൂല. പിന്നെ എന്താ പറയുന്നത്, ദൈവം കാത്തോളും. അപ്പോൾ അയില 1 കിലോ വാങ്ങിച്ചിട്ട് വന്നു. ചെമ്മീനും 1 കിലോ വാങ്ങിച്ചിട്ട് വന്നു. ചെമ്മീൻ വളർത്തുന്ന ഏതുകൊണ്ടാണ് വാങ്ങിച്ചിനെ? കടൽ ചെമ്മീൻ വിഷാംശം ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന മീനാണ് ചെമ്മീൻ എന്നാണ് എനിക്കിതിനിടയ്ക്ക് കിട്ടിയ അറിവാണ്. നിങ്ങൾക്കെല്ലാം പണ്ടേ അറിയായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എനിക്കിന്ന് വലിയ പണിയായില്ലേ. ചെമ്മീൻ കുത്തിയിരുന്ന് വൃത്തിയാക്കണം, അയില മുറിച്ച് പൊരിക്കാനും മുളകിട്ട് വെക്കാനും തേങ്ങ അരച്ച് വെക്കാനൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് പണി തന്നു എന്ന് പറയുന്നതിൽ ഒരതിശയവും തോന്നുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടേ. വേറെ ഒന്നും കൂടി ഉള്ളതാണ് ഈ സംഭവം. ഓക്കെ, കപ്പയാണ് സുഹൃത്തുക്കളെ, കപ്പ. നാട്ടിൽ വന്നേരെ എല്ലാം നല്ല പ്രകൃതിദത്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ കഴിക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ട്, എൻ്റെ അടുപ്പിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ പോകുന്നതിന് മുന്നേ നിങ്ങളെ സൂപ്പർ അടുപ്പും നല്ല വൃത്തിയുള്ള അടുക്കളയൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരട്ടെ. ആരും പൊങ്കാലിടർ. ഇത് വിറക് ഞാനിങ്ങനെ എന്തിനാ എടുത്ത് വെച്ചെന്ന് വെച്ചാൽ, അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ പാവുകയെന്ന് പറയും. വിറക് പാവുക എന്നാണ് നമ്മളെ ഭാഷയിൽ പറയൽ. അടുപ്പിൻ്റെ മേലെ എടുത്ത് വെച്ചാൽ ചൂട് കെട്ടിയിട്ട് വേഗം കത്തും. ഓക്കെ, ഇത് തീ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ പേപ്പർ, തീ പിടിപ്പിക്കാൻ അല്ലേ പേപ്പർ. ഇത് പിന്നെ എനിക്ക് ചോറ് വെക്കാനുള്ള കലമില്ല. അമ്മയെല്ലാം പണ്ട് കല ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉണക്കുന്നതാണ്. ചോറ് മോശമാവില്ല എന്ന് പറഞ്ഞിട്ട്. ഉണങ്ങാത്ത കലത്തിൽ വെച്ചാൽ ചോറ് മോശമാവെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കലം ഇവിടെ വെച്ചതാണ്. പിന്നെ അതിൻ്റെ ദോശക്കെല്ലാം ഓൾറെഡി അടിയുണ്ട്. അതിന് എണ്ണ വരട്ടി വെക്കണം. കഴുകി വെച്ചിട്ട് തുരും പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് പറയാം, ഇവിടെ പഞ്ചസാരയൊക്കെ ഇടുന്ന പണ്ടേ ഇല്ലേ, ഏതോ പാട്ട ഞാൻ കഴുകിയിട്ട് എടുത്ത് ഇതിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ നല്ല ഗ്ലാസിൻ്റെയൊക്കെ വാങ്ങും. നാട്ടിലെല്ലാം സാധാരണ വീടുകളിലെല്ലാം ഇങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അടുത്ത് വെച്ച് ഒരുക്കിപ്പോൾ ദൂരെ വെച്ചിട്ട് ഇതൊന്ന് ഉണക്കിയെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇടാൻ വേണ്ടി അന്ന് അവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് അടുക്കളേൻ്റെ കോലം. അടുപ്പ് കണ്ട പൊട്ടിപ്പൊളിഞ്ഞിട്ട്, പക്ഷേ എന്ത് പൊട്ടിപ്പൊളിഞ്ഞാലും മക്കളെ ഈ അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് കണ്ട പിന്നെ കത്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റത്തരം കത്തല്ല. പിന്നെ അത് കെടുത്താൽ വെള്ളമൊഴിച്ചാൽ പോലും കെടൂല. അതിൽ ഒരു തരം അടുപ്പാണ്. നിങ്ങൾ ഇങ്ങനത്തെ അടുപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട? അത്ഭുത അടുപ്പ് എന്ന് പറയും നമ്മൾ. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന് പറയുന്നില്ലേ, അതുപോലെ യമുനാവാസിൻ്റെ അത്ഭുത അടുപ്പ് അങ്ങനെ പറയേണ്ടി വരും ഇതിൻ്റെ പേര്. അയ്യോ, നിങ്ങളോട് പറഞ്ഞിട്ടാ കണ്ണുകൊണ്ടുപോയാ എന്നാൽ അങ്ങനെ ആയേ. ഇത് കെട്ടുപോയത് കെടുന്നില്ല മക്കളെ. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടേ. 1 മിനിറ്റ് ഊതി കൊടുക്കട്ടെ. ഫോൺ കയ്യിൽ വെച്ചിട്ട് ഊതിക്കൂടല്ലോ, കുറച്ച് നീക്കി പിടിക്കാം. ഓക്കെ, അടുപ്പ് കത്തിക്കാനെല്ലാം ഒരു നേക്ക് വേണം കണ്ട. അതിനെന്ന് പറഞ്ഞ് നേക്ക്. ഇനി ഈ കപ്പ കുറേ സമയം എടുത്തിട്ട് വേണം വേവാൻ. വന്നിട്ടാകുമ്പോൾ ഞാൻ ഇന്നെന്നാ വ്യാഴാഴ്ച എന്ന് സാധാരണ നോൺ വെജ് കഴിക്കാറില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചക്കായ് മോര് കറിയും പിന്നെ എന്നാ വറവെല്ലാക്കി വെച്ചേ. വറവ് നമ്മൾ വറവ് എന്ന് പറയാം. ഉപ്പേരി മെഴുക്ക് വരട്ടിയൊന്നും നമ്മളെ ഭാഷയല്ല. ഓക്കെ, നമ്മൾ കണ്ണൂരിക്കാർക്ക് മെഴുക്ക് വരട്ടി ഉപ്പേരിയൊന്നും ഇല്ല മക്കളെ. നമുക്ക് വറവേ ഇല്ലു. നമ്മൾ വറവിൻ്റെ ആൾക്കാരാണ്. അങ്ങനെയാണ് നമുക്ക്. കണ്ണൂരിക്കാർക്കല്ലാട്ടെ, ചില ആൾക്കാരൊക്കെ പറയുന്നവരുണ്ട്. അത് വേറെ ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ. പിന്നെന്താ പറയണ്ടേ. ഓക്കെ, എന്നാൽ ഞാൻ
ഞാൻ ഇന്നലത്തെ സ്പെഷ്യലുകളൊന്നും കാണിച്ചതിലല്ല അതിൻ്റെ വീഡിയോ ഞാനിടാം. ഇതിപ്പോൾ പെട്ടെന്ന് ഓഡിയോ കൊടുക്കാനെല്ലാം കുറച്ചൊരു മടിയല്ല. കൊടുക്കുക ഇപ്പോൾ കൊടുക്കുക പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലേറ്റായി പോന്നു. നോക്കാം, ചെയ്യാം, വൈകുന്നേരം ഇടാം. ഓക്കെ.